ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനിർവ്വയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സമയമാണല്ലോ. ഏവർക്കും ജീവനിർവ്വയുടെ ഹൃദ്യമായ നവോത്സവാശംസകൾ. ഈ വർഷം അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവകൃപയുടെ വ്യാപാരത്തിൻ്റെയും ദൈവിക നടത്തിപ്പിൻ്റെയും വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. സഭാപ്രസംഗി 7-ാം അധ്യായം 8-ാം വാക്യം. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. ആ അധ്യായത്തിൽ നല്ലതെന്ന് പല കാര്യങ്ങളും ഉണ്ട്. നല്ല പേർ 1-ാം വാക്യം തന്നെ നല്ല പേർ സുഗന്ധ തൈലത്തേക്കാൾ നല്ലത്, അതിന് മരണദിവസത്തേക്കാൾ നല്ലത് എന്ന് പല നല്ല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ 8-ാം വാക്യത്തിൽ മാത്രം നിൽപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അവസാനം നല്ലത്, അതിൻ്റെ അവസാനം നല്ലത്. വളരെ പ്രതീക്ഷയോടെ പുതുവർഷത്തിലേക്ക് നമുക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. എന്നാൽ എന്താണ് ഭാവിയിൽ നടക്കുന്നതെന്ന് നമുക്കറിയില്ല. നാം വളരെ നല്ലതൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷേ എന്നും സംഭവിക്കാം. 2025 26 കൂടുതൽ അനുകൂലമായിരിക്കുന്നു ഞാൻ ചിന്തിക്കുന്നില്ല. പ്രശ്നങ്ങൾ കൂടി വരാനേ സാധ്യതയുള്ളൂ. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാം. അത് നമ്മൾ വായിച്ച ആ വാക്യത്തിലോട്ട് വരാം. ഏതൊരു കാര്യത്തിനും ആരംഭമുണ്ട്, അവസാനമുണ്ട്. ഈ വർഷത്തിൻ്റെ ആരംഭത്തുള്ള ബന്ധത്തിൽ എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്ന ഒരു പഴയ ചിന്തയാണ്. ഏതാണ്ട് 45 വർഷം മുൻപ് വളരെ ചിന്തിപ്പിച്ച് ഞാനങ്ങ് മറന്നു കിടക്കായിരുന്നു. എന്നാൽ ഈ വർഷാരംഭത്തിൽ കർത്താവ് എന്നെ ഓർപ്പിച്ചു. അതുമായിട്ട് വളരെ മുന്നോട്ട് പോകാൻ, വളരെ ധ്യാനത്തിലിരിപ്പാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് രാവിലെ ഞാൻ അത് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? വേദപുസ്തകത്തിൽ നന്നായി ആരംഭിച്ച് വഴിയിൽ അവസാനിച്ച, അല്ലെങ്കിൽ കൊട്ടും കുരുവേടും കൂടെ ആരംഭിച്ച് വഴിയിൽ അവസാനിച്ച അനേകരെ നമുക്ക് കാണാം. ശലോമോൻ അതിലൊരാളാണല്ലോ. അതുപോലെ മറ്റു പലരും, ലോത്ത്, പിന്നെ അനനിയാസ്, സഫീറ, ദേമാസ്, ഇങ്ങനെ ധാരാളം പേരുണ്ട്. എന്താണ് കുഴപ്പം? ആരംഭത്തിൻ്റെ കുഴപ്പമാണോ അതോ അവസാനത്തിൻ്റെ കുഴപ്പമാണോ? ഇടയ്ക്ക് എന്ത് പറ്റി? നന്നായി ആരംഭിച്ചത് ഓടാൻ ആരംഭിച്ചുകൊണ്ടായില്ലല്ലോ. ആരംഭിച്ചവനല്ലല്ലോ സമ്മാനം കിട്ടുക, ഓടി ജയിച്ചവനാണല്ലോ. അപ്പോൾ ആരംഭത്തേക്കാൾ അവസാനം നല്ലതെന്ന് പറയുമ്പോൾ ആരംഭിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ അതിനെന്താ ചെയ്യണ്ടേ? ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ചിന്തിപ്പിച്ച ചില ചിന്തകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 55 വർഷമായി കർത്താവിനെ സേവിക്കുന്നുവെന്ന്. ഇതിനിടയ്ക്ക് എല്ലാം സുഗമമായിരുന്നില്ല, എല്ലാം ഭംഗിയുമായിരുന്നില്ല. ഏറ്റവും അഗാധമായ തലത്തിലും ഏറ്റവും പരിശോധന നടന്ന കാലഘട്ടവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എങ്ങനെ മുന്നോട്ട് വെക്കും എന്ന് ചിന്തിച്ച നാളുകളും ഉണ്ടായിട്ടുണ്ട്. ഇന്നോളം കർത്താവ് നടത്തി. അപ്പോൾ എന്താണ് ആരംഭത്തേക്കാൾ അവസാനം നല്ലതെന്ന് പറയാൻ കാരണം? നമ്മൾ വർഷം വളരെ പ്രതീക്ഷയോടെ ആരംഭിച്ചു. ഇനി വലിയ തീരുമാനങ്ങളൊക്കെ എടുത്ത അനേകരുണ്ട്. എന്നാൽ വർഷത്തിൻ്റെ അവസാനത്തിൽ വരുമ്പോൾ, ഈ വർഷത്തിൻ്റെ അവസാനത്തേക്ക് കർത്താവ് നമ്മെ ശേഷിപ്പിച്ചാൽ നമ്മളെടുത്ത എത്ര തീരുമാനങ്ങൾ ശരിയായി പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോഴേ ഉറപ്പാക്കാൻ പറ്റില്ല. സാധാരണ വർഷാവസാനങ്ങളൊക്കെ പലരും പറഞ്ഞു കേൾക്കാം, ഈ വർഷം ആദ്യം എനിക്ക് ദൈവത്തോട് പറഞ്ഞ കാര്യങ്ങളൊന്നും കാര്യങ്ങൾ ഭൂരിപക്ഷവും എനിക്ക് നടപ്പാക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അപ്പോൾ എന്താണ് ആരംഭത്തേക്കാൾ അവസാനം നല്ലതായിരിക്കാൻ നമ്മെ സഹായിക്കുന്നത്? അതിനുള്ള ഘടകം എന്താണ്? ഒരു 4-5 ചിന്തകൾ ഞാൻ ആ ബന്ധത്തിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഒരു നല്ലൊരു ആരംഭം ആവശ്യം. ഇംഗ്ലീഷിലൊരു ചൊല്ലി ഇങ്ങനെയുണ്ട്, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ.
നല്ല ആരംഭം പകുതി പൂർത്തിയായതിനൊപ്പമാണ്. വെൽ ബിഗൺ, നന്നായി ആരംഭിക്കാന്ന് പറയുന്നത് കൊട്ടും കുലവയുമായി കോലാഹലത്തോടെ ബഹളത്തോടെ ഒക്കെ ആരംഭിക്കുന്നതാണോ? നമ്മുടെ നാട്ടിലൊക്കെ പല സംരംഭങ്ങളും നമുക്ക് കാണാം. വലിയ മുതൽ മുടക്കോടെ വലിയ ആഡംബരത്തോടെ ആരംഭിച്ചത് പലതും മുന്നോട്ട് പോകാതെ കിടക്കുന്നത് കാണാം. അതാണോ ഈ നല്ല ആരംഭം എന്നുദ്ദേശിക്കുന്നത്? ശരിയായ മനസാന്തരവും ദൈവാത്മ നടത്തിപ്പുള്ള ദൈവാത്മ സന്ദർശനത്താലുള്ള ശരിയായ തീരുമാനവും ആത്മപ്രേരിതമായ ആ അവസ്ഥയിൽ ശരിയായ തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ശരിയായ ദൈവവചനാധിഷ്ഠിതമായ ഒരു ക്രമീകരണം മുന്നോട്ട് പോയാൽ മാത്രമേ അത് നന്നാകത്തുള്ളൂ, അല്ലെങ്കിൽ നല്ല ആരംഭം എന്ന് പറയാനൊക്കെ ഉള്ളൂ. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവചനം വിട്ട് നമ്മൾ എന്ത് തുടങ്ങിയാലും, ക്രിസ്ത്യ ജീവിതത്തിലായാലും ബാഹ്യ ലോക ജീവിതത്തിലായാലും, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനം വിട്ട് നാം എന്ത് ശ്രമിച്ചാലും അതൊക്കെയും പരാജയമായിട്ട് അവസാനിക്കത്തുള്ളൂ. എന്നാൽ വചനത്തിൽ ഒതുങ്ങി നിന്ന് അതിനൊത്തോണം മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അതനുഗ്രഹമായി മാറും. യോശുവയോട് ദൈവമായ കർത്താവ് വരളിച്ചതുണ്ടല്ലോ, ചെല്ലുന്നിടത്തൊക്കെയും നിനക്ക് ശുഭമായിരിക്കേണ്ടതിന് നീ അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. വചനമെന്ന പ്രിൻസിപ്പിൾ വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ സംഗതി പോക്കാണ്. അപ്പോൾ നല്ല ആരംഭം, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ നല്ല ആരംഭം ഉണ്ടെങ്കിൽ പഴഞ്ചൊല്ല് പോലെ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. നന്നായി ആരംഭിച്ചത്, നല്ല നിലയിൽ ആരംഭിച്ചത് പകുതി പൂർത്തിയായതാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ചെയ്യാൻ കർത്താവ് സഹായിക്കും. ദൈവഹിതപ്രകാരം, ദൈവ ഇഷ്ടത്തിൽ, ദൈവാത്മാവിൻ്റെ നടത്തിപ്പനുസരിച്ച് നാം ഒരു തീരുമാനമെടുക്കുകയോ നാം ഒരു സംരംഭത്തിന് കാൽവയ്ക്കുകയോ ആ ദൈവഹിതത്തിൽ നാം നീങ്ങുകയോ ചെയ്താൽ നഷ്ടം സാധാരണഗതിക്ക് ഉണ്ടാകത്തില്ല. മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉള്ളതാണ്. ആരംഭം മാത്രം പോരാ. നന്നായി ആരംഭിച്ചു, ദൈവഹിതപ്രകാരം ആരംഭിച്ചു, ആരംഭിച്ചെടുത്ത് തന്നെ അങ്ങ് ഇട്ടിരുന്നാൽ ഒരിക്കലും അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ വളർച്ച അല്ലെങ്കിൽ അനുസൃതമായ മുന്നേറ്റം നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു, അത് ആ അവസ്ഥയിൽ തന്നെ അതിൽ നിന്ന് ഒട്ടും മാറ്റമില്ലാതെ ഒരു 3-4 കൊല്ലം കഴിഞ്ഞാൽ ആ കുഞ്ഞ് മറ്റുള്ളവർക്ക് ബാധ്യതയാകും. അതിൻ്റെ ഉദ്ദേശം നടക്കത്തില്ല. അപ്പോൾ പൗലോസും ഗലാത്യരിൽ പറഞ്ഞല്ലോ, അവകാശി സകലത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ആരംഭം കുറിച്ചു, അതിനൊപ്പം വളർച്ചയും വേണം, അനുസൃതമായ മുന്നേറ്റം. വളർച്ച പറയുമ്പോൾ 2 രീതിയിൽ പ്രധാനമായിട്ട് എടുക്കാം. ശാരീരിക വളർച്ചയും മാനസിക ആത്മീയ വളർച്ചയും. 2 പത്രോസ് 3-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, കൃപയിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. എഫെസ്യർ 4:15 ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും എന്ന് കാണുന്നു. അപ്പോൾ ഇന്നൊരു തീരുമാനമെടുത്തേച്ച് ആ തീരുമാനത്തിൽ തന്നെ നിൽക്കുന്നതല്ല, പിന്നെ ആ തീരുമാനത്തിന് അനുസൃതമായ മുന്നേറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ വർഷത്തിൻ്റെ അവസാനം വരുമ്പോൾ ഞാൻ ശരിയായ രീതിയിൽ എനിക്ക് ഈ വർഷം പ്രയോജനപ്പെടുത്താൻ പറ്റിയെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആത്മീയമായി, അല്ലെങ്കിൽ വർഷത്തിൻ്റെ പഴക്കം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനനുസരിച്ചുള്ള ആത്മീയ വളർച്ചയും നമുക്ക് വേണം, ആന്തരിക വളർച്ച വേണം. അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം. പൗലോസ് കൊരിന്ത്യത്തിൽ പറയുന്നല്ലോ, ഞങ്ങളുടെ പുറമേയുള്ളവൻ ക്ഷയിച്ചു പോയാലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഇന്നത്തെ പലർക്കും നേരെ മറിച്ചാണ്. അത് ഞാൻ ആദ്യം അങ്ങ് പറഞ്ഞു തുടങ്ങിയത്. ഞങ്ങളുടെ പുറമേയുള്ളവൻ ക്ഷയിക്കുന്നു, പക്ഷേ അകമേയുള്ളവൻ
നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഓരോ ദിവസവും പുതുക്കപ്പെടുന്ന അനുഭവം ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അവസാനം നല്ലതാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നന്നായിട്ട് ആരംഭിച്ചു, അടുത്ത നാളുകളിലെല്ലാം ഒരു ചിന്തയുമില്ലാതെ, പ്രാർത്ഥനയുമില്ല, വായനയുമില്ല, ദൈവമായ സംസർഗവുമില്ല, ആത്മീയമായ കൂട്ടായ്മയുമില്ല, ഒരവസ്ഥയിൽ മുന്നോട്ട് പോയിട്ട് വർഷാവസാനം നന്നായി അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. എബ്രായ സഭയോട് പറഞ്ഞിരുന്നല്ലോ, എബ്രായ ലേഖനം 5-ാം അധ്യായത്തിലുണ്ടല്ലോ, കാലം നോക്കിയാൽ ഉപദേശകന്മാരായിരിക്കേണ്ട നിങ്ങൾക്ക് ഇപ്പോഴും നീതിയുടെ അല്ലെങ്കിൽ ബാലപാഠം തന്നെ പറഞ്ഞു തരേണ്ട ഗതി വന്നല്ലോ എന്ന് അപ്പോസ്തലൻ വിലപിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്, പക്ഷേ കേൾപ്പാൻ മാന്യമായതുകൊണ്ട് തെളിയിച്ചു തരാൻ വിഷമം. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ തന്നെ നേരിടുന്നൊരു സംഭവമുണ്ട്. പല ദൈവമക്കളും പലയിടത്തും ശുശ്രൂഷിക്കാൻ പോയാലും വളരെ അപൂർവമേ ഉള്ളൂ, പറയുന്ന ഒരു പരാതിയുണ്ട്, ഇയാൾ പറയുന്നത് മനസ്സിലാകുന്നില്ല, ഈ മനുഷ്യൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. വളരെ സിമ്പിളായി പറഞ്ഞു കൊടുത്താലും മനസ്സിലാകുന്നില്ല. കാരണം അവരാ നിലയ്ക്കാണ് ചിന്തിക്കുന്നത്. ഇന്നത്തെ ഉപദേശമെല്ലാം ജനത്തെ ഒരു വല്ലാത്ത രീതിയിലാക്കി വെച്ചിരിക്കുന്നു. വർഷങ്ങളുടെ പഴക്കം പറയാനുണ്ട്, പക്ഷേ വ്യക്തി ജീവിതത്തിൽ ആനുപാതികമായ വളർച്ചയില്ല, ആത്മീയ വളർച്ചയില്ല. നമ്മുടെ അളവുപോലെ എഫേസ്യലേഖനം 4-ാം അധ്യായം വെച്ച് നോക്കുകയാണെങ്കിൽ ക്രിസ്തു എന്ന തലയോളമാണ്. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകണം. സകലത്തിലും ദൈവ സ്വഭാവത്തിൽ, താഴ്മയിൽ, വിശുദ്ധിയിൽ, അനുസരണത്തിൽ, നിർമ്മലതയിൽ, സുതാര്യതയിൽ നാൾതോറും വളരണം. ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്ത ഓർമ്മയുണ്ട് വളർച്ചയെക്കുറിച്ച്. അതിൽ എൻ്റെ 3 തരം വളർച്ചയുണ്ടെന്ന് പറഞ്ഞു. ഒന്ന്, ഒരു ചെടി ആഴത്തിലോട്ട് എന്നും വളരുകയാണ്. അത് നശിക്കുന്നത് വരെ ആഴത്തിലോട്ട് എൻ്റെ വേര് വളർന്നുകൊണ്ടിരിക്കും. അതിനനുപാതികമായത് മുകളിലോട്ടും വരും, അതിനനുപാതികമായത് പാർശ്വങ്ങളിലേക്കും വളരും, വണ്ണം കൂടും. ഇതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ ആഴത്തിൽ വരുന്ന തഴച്ചു വളരുന്ന, വളർച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ക്കുന്ന, തേജസ്സിനാൽ നിറയപ്പെടുന്ന, ആത്മീയ അനുഭവങ്ങളാൽ നിറയപ്പെടുന്ന ഉന്നതമായ അനുഭവം. അപ്പോൾ ഉപദേശക്കാറ്റുകളാൽ അലഞ്ഞിടുന്ന ശിശുക്കളാകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന നിലയോളം സകലത്തിലും വളരുവാൻ ഈ വർഷത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ശ്രദ്ധിച്ചാൽ അവസാനം ലജ്ജിക്കേണ്ടി വരത്തില്ല. വർഷാരംഭത്തിലുള്ള അനുഭവമല്ല, അതിനേക്കാൾ എത്രയോ വളരുന്ന, എത്രയോ കർത്താവിൽ പ്രാപിക്കുന്ന, ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറുന്ന, ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലോട്ട് ഇറങ്ങുന്ന, കൃപയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന, സമർപ്പണത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന ഉന്നതമായ ക്രിസ്തീയ ജീവിതം നമുക്ക് ഈ വർഷത്തിൽ ഉണ്ടാകുവാൻ ദൈവം ഇടയാകട്ടെ. മാത്രമല്ല, മൂന്നാമത് ദൈവനെ ചിന്തിച്ച ഒരു കാര്യം ശരിയായ നടത്തിപ്പ്, ശരിയായ നേതൃത്വം. മറ്റു വാക്കിൽ പറഞ്ഞാൽ യോഹന്നാൻ 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞായിരുന്നു, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലും അവൻ വഴി നടത്തും. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മുഖം നിവർത്തിക്കുകയില്ല. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. ഏതൊന്നും സുഖവും ഒരു സ്ഥാപനമായാലും ശരി, ഒരു രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി, ദൈവസഭയായാലും ശരി, കുടുംബമായാലും ശരി, വ്യക്തി ജീവിതമാണെങ്കിലും ശരി, ശരിയായൊരു നിയന്ത്രണ കേന്ദ്രമില്ലെങ്കിൽ അത് പഴയ പ്രയോഗം അനുസരിച്ച് കണ്ടവങ്ങളെയാ, അല്ലെങ്കിൽ തോന്നിയ പോലെ. ന്യായന്മാരുടെ പുസ്തകത്തിൽ ഒരു പ്രയോഗം പല പ്രാവശ്യം ഉണ്ടല്ലോ. ആ കാലത്ത് ഇസ്രായേൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തരും എനിക്ക് ബോധിച്ച പോലെ നടന്നു. ഇതാണ് കാണുന്നത്. നാനേ രാജ, നാനേ മന്ത്രി
എന്ന ഭാവത്തിൽ പോകുന്ന അവസ്ഥ, നടത്തിപ്പിനെ കീഴ്പ്പെടാത്ത. അതിന് കാരണം ദൈവവചനം വ്യക്തമായി അവിടെ തന്നെ പറയുന്നുണ്ടല്ലോ, ഗലാത്യരുടെ 5:16, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മുഖം നോക്കിക്കില്ല. അപ്പോൾ ശരിയായ നടത്തിപ്പ്, നല്ല ആരംഭം, നല്ല വളർച്ച, അല്ലെങ്കിൽ ശരിയായ വളർച്ച, ശരിയായ സാരഥ്യം, നല്ല നേതൃത്വം. നമുക്ക് ഏറ്റവും ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് ആര് നടക്കുന്നോ സകല സത്യത്തിലും വഴി നിർത്താൻ ദൈവം നൽകിയ ആത്മാവിനെ അനുസരിച്ച് നാം നടന്നാൽ ഒരു കോൺട്രഡിക്ഷനും ഉണ്ടാകത്തില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇന്നത്തെ പ്രശ്നങ്ങളുടെ മൂല കാരണം എന്താണെന്ന് പ്രത്യേകിച്ച് പ്രവാചകനെ വിളിച്ച് ലക്ഷണം വെച്ച് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. മൂല കാരണം ഇതാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ല. യെശയ്യാപ്രവചനം 61-ാം 10-ാം വാക്യത്തിൽ അവർ മത്സരിച്ച് അവരുടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു എന്ന് കാണും. ഇന്ന് അതിലേ നടക്കുന്നേ. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ വചനം വിട്ടൊരു കാര്യം ചെയ്യാൻ ദൈവാത്മാവ് പറയത്തില്ലല്ലോ. കാരണം യോഹന്നാൻ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും, എന്തിനാണ് അവനെ അയക്കുന്നതെന്ന് വ്യക്തമായി പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആത്മാവിനെ പ്രാപിച്ച വ്യക്തി, ആത്മാവിനെ അനുസരിക്കുന്ന വ്യക്തി കർത്താവിനെ അനുസരിക്കും. അല്ലെങ്കിൽ ആത്മാവിനാൽ നടത്തപ്പെടുന്നവൻ, ദൈവാത്മാവ് നിയന്ത്രിക്കുന്നവൻ, ദൈവാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തവൻ തീർച്ചയായിട്ടും കർത്താവിനെ അനുസരിക്കും, ദൈവവചനത്തെ അനുസരിക്കും. അവന് ദൈവ ഭയം ഉണ്ടായിരിക്കും. അവൻ്റെ നടപ്പ്, അവൻ്റെ പെരുമാറ്റം, അവൻ്റെ ഇരിപ്പ്, അവൻ്റെ നിൽപ്പ് എല്ലാം ദൈവാത്മാവാണ് നിയന്ത്രിക്കുന്നത്. പഴയ നിയമത്തിൽ 17-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, നോക്കുക, എൻ്റെ നടപ്പ് നിൻ്റെ ചൂടുകളിൽ തന്നെയായിരുന്നു, എൻ്റെ കാലിൽ വഴുതിയില്ല. അപ്പോൾ നാം വഴുതുന്നെങ്കിൽ, നമ്മൾ അനുസരണക്കേട് വെളിപ്പെടുന്നെങ്കിൽ, സ്വയം വെളിപ്പെടുന്നെങ്കിൽ, തന്നിഷ്ടം വെളിപ്പെടുന്നെങ്കിൽ, ആരെയും വകവെക്കാത്ത അനുഭവത്തിൽ നാം ആയിരിക്കുന്നെങ്കിൽ, പ്രാകൃത സ്വഭാവം ഇപ്പോഴും സജീവമായിരിക്കുന്നെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, ആത്മാവിനെ അനുസരിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മെ നടത്താൻ, നമ്മെ ഒരുക്കി, നമ്മെ സകല സത്യത്തിലും വഴി നിർത്തി കർത്താവിനെ പോലെയാക്കി ദൈവസ്ഥൽ കൊണ്ടെത്തിക്കുന്ന ജോലിയാണല്ലോ പരിശുദ്ധാത്മാവിൻ്റെ. ആ പരിശുദ്ധാത്മാവിന് നാം വിധേയപ്പെട്ടില്ലെങ്കിൽ, മറ്റെന്തെങ്കിലും ആത്മാവിന് കീഴ്പ്പെട്ട് നാം ജീവിച്ചാൽ, ഇന്നങ്ങനെയാണല്ലോ, ആത്മാക്കൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാവണേ ദൈവാത്മാവാണ് ധരിക്കുന്ന കാലമാണല്ലോ. ദൈവാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ്, അവൻ പരിശുദ്ധാത്മാവാണ്, അവനെ ത്രിയേക ദൈവത്തിൻ്റെ ഭാഗമാണ്. ദൈവവചനത്തിലുള്ള ഒന്നിനും കോൺട്രഡിക്ടറി ആയിട്ട്, എതിരായിട്ട് ദൈവാത്മാവ് ചെയ്യത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, സകല സത്യത്തിലും വഴി നടത്തുന്ന, സകല സത്യത്തിലും. അപ്പോൾ സകല സത്യത്തിലും നടത്തുന്നവനാണ് ദൈവത്തിൻ്റെ ആത്മാവെങ്കിൽ തീർച്ചയായും നമ്മുടെ നടപ്പും അങ്ങനെ ആകും. നാം ആത്മാവിനെ അനുസരിച്ചാൽ നാം സകല സത്യത്തിലും നടക്കും. എഫെസ്യർ 5-ാം അധ്യായത്തിൽ തന്നെ ഉണ്ടല്ലോ, നീതിയും സകല സൽഗുണവും, സകല സൽഗുണവും, നീതിയും സകല സൽഗുണവും. അപ്പോൾ സകല സത്യത്തിലും നടത്തപ്പെട്ടാൽ, മറ്റു വാക്കിൽ പറഞ്ഞാൽ ശരിയായ ആത്മാവിന് കീഴ്പ്പെട്ടാൽ, ദൈവാത്മാവിന് കീഴ്പ്പെട്ട്, ഏതെങ്കിലും ആത്മാവിന് കീഴ്പ്പെട്ടാലല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നാം കീഴ്പ്പെട്ടാൽ ദൈവാത്മാവ് നമ്മെ നടത്തും, സത്യത്തെ വഴിയിൽ നടത്തും. തീർച്ചയായിട്ടും നമ്മുടെ നാളുകളെക്കുറിച്ച് നമുക്ക് ദുഃഖിക്കേണ്ടി വരത്തില്ല. ശരിയായ നടത്തിപ്പ്, പരിശുദ്ധാത്മാവല്ലാതെ മറ്റ് എന്ത് ചിന്തയനുസരിച്ച് നാം മുന്നോട്ട് പോയാലും നമ്മുടെ കാര്യം പോക്കാണ്. നല്ല അവസാനം, അല്ലെങ്കിൽ ഈ വർഷം ആരംഭിച്ചിട്ട് നന്നായി നമുക്ക് സമാപിക്കാൻ കഴിയുമെന്ന് പറയാൻ സാധ്യമല്ല. ആത്മാവിനാൽ നടത്തപ്പെടുന്ന, ആത്മാവിനാൽ ഭരിക്കപ്പെടുന്ന, ദൈവാത്മാവിനാൽ രൂപാന്തരപ്പെടുത്തപ്പെടുന്ന, ദൈവാത്മാവിനാൽ നിറയുന്ന, ദൈവ സ്വഭാവങ്ങളുടെ അവകാശമായി തീരുന്ന ശ്രേഷ്ഠമായൊരു ജീവിതം ഈ വർഷത്തിൽ കർത്താവ് നമുക്ക് തരട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങാം. അപ്പോൾ ശരിയായ നേതൃത്വം, സാന്നിധ്യം മാത്രമല്ല,
അത് വേറൊരു കാര്യം കൂടെ ദൈവത്തിന് പറയാനുണ്ട്. സ്ഥിരോത്സാഹം. എബ്രായലേഖനം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം. എന്തിനാ? പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കാൻ. സ്ഥിരോത്സാഹം. ചില കുട്ടികളുടെ വിദ്യാഭ്യാസ വർഷത്തിൻ്റെ ആരംഭത്തിൽ വലിയ ഉത്സാഹത്തോടെ 2-3 മാസം കഴിയുമ്പം മടി തുടങ്ങും. പകുതി കഴിയുമ്പോഴേക്ക് കുഴിമടിയന്മാരായി. നിങ്ങളുടെ വ്യക്തികൾക്ക് നല്ല നിലയിൽ പാസ്സാകാൻ കഴിയത്തില്ലല്ലോ. നിത്യജീവിതത്തിൽ നാം കാണുന്ന ഇതേപോലെ ആദ്യം വായനയും പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ 1-2 മാസം തകൃതിയായിരിക്കും. പിന്നെ പോകുമ്പോൾ പല ന്യായങ്ങളും പറഞ്ഞ് അങ്ങ് പല കാര്യങ്ങളും ന്യായങ്ങളുണ്ട്. നമുക്ക് ന്യായങ്ങൾ പറഞ്ഞ് നാം അങ്ങ് മടിക്കും. എന്തിനു പറയുന്നു? അവസാനം വർഷത്തിൻ്റെ അവസാനമാകുമ്പോഴേക്ക് ആകെ ഉഴപ്പായി. ഇത് അല്ലല്ല, സ്ഥിരോത്സാഹം മാത്രമല്ല. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൽ വേറൊരു കാര്യം കൂടെ പത്രോസ് പറയുന്നുണ്ട്. മുഴുവൻ വായിക്കുന്നില്ല. 5-ാം വാക്യം 5 മുതൽ താഴോട്ട് വായിച്ചാൽ 11-ാം വാക്യം വരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ 5-ാം വാക്യം മാത്രം, ഒരു ഭാഗം മാത്രം. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്, ശ്രദ്ധിക്കണം, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവേൻ. ഇപ്പം നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, അപ്പോൾ ഞാൻ സ്ഥിരോത്സാഹം എന്നേ പറഞ്ഞുള്ളൂ. ഇവിടെ പത്രോസ് പറഞ്ഞ സകല ഉത്സാഹവും കഴിച്ച് പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് എബ്രായലേഖനത്തിൽ പറഞ്ഞെങ്കിൽ ഇവിടെ പറഞ്ഞ സകല ഉത്സാഹവും ഇതിനു വേണ്ടിയാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിലുണ്ടല്ലോ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിക്കും. അപ്പോൾ ഉത്സാഹം ഏതിന്? മറ്റു പലതിനും വലിയ ഉത്സാഹമാണ്. ഇന്നാണെങ്കിൽ അപവാദം പറയാൻ വലിയൊരു ഉത്സാഹമാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ വലിയൊരു ഉത്സാഹമാണ്, മറ്റ് പലതും ചെയ്യാൻ നമുക്ക് വലിയ ഉത്സാഹമാണ്. എന്നാൽ ഇതിനോ? വിശ്വാസത്തോടെ വീര്യവും, വീര്യത്തോടെ പരിജ്ഞാനവും, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും, ഇന്ദ്രിയത്തോടെ സ്ഥിരതയും, ഭക്തിയും, സഹോദരപ്രീതിയും ഒക്കെ ഈ വർഷം നമുക്ക് കൂടിയാൽ വർഷത്തിൻ്റെ അവസാനത്തിൽ വരുമ്പോൾ എത്ര ജയകരമായിരിക്കും അനുഭവം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഈ വർഷം നമ്മൾ ഈ ലോകത്തെ വിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ അവസാനം നിരാശാപൂർണ്ണമാകത്തില്ലല്ലോ. സ്ഥിരോത്സാഹം. ക്രിസ്തീയ ജീവിതത്തിൽ നല്ല അവസാനം പ്രാപിക്കണോ, നല്ല സമാപനം ഉണ്ടാകണോ, നമുക്ക് സ്ഥിരോത്സാഹം ആവശ്യം. നന്നായി ഓടി ഇടയ്ക്ക് നിർത്തിയാൽ ഉത്സാഹമാകത്തില്ലല്ലോ. നമ്മൾ പാടാറുണ്ടല്ലോ, ഓട്ടം ഓടുവാൻ അനേകർ മുൻവന്നെങ്കിലും ലോകത്തിൻ്റെ ഭാര്യ പോലെ പുറകിൽ നോക്കിയെന്ന് പോയി. എന്ത് കാര്യം? വലിയൊരു കൂട്ടത്തെ നമുക്ക് ഇങ്ങനെ കാണാം. ആത്മീയ കാര്യങ്ങൾ ഒരുത്സാഹവുമില്ലാതെ മടിയന്മാരായി, അലസന്മാരായി, അജാഗ്രതയുള്ളവരായി ജീവിക്കുന്ന ഒരു വലിയ കൂട്ടത്തെ ആത്മീയ മണ്ഡലത്തിൽ നമുക്ക് കാണാം. പക്ഷേ നല്ല അവസാനം വേണോ? നമ്മുടെ ജീവിതത്തിൽ സ്ഥിരോത്സാഹവും വേണം. ഞാനിപ്പോൾ 4 കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. നല്ല ആരംഭം, വളർച്ച, തുടർച്ചയായ അനുസൃതമായ വളർച്ച, ശരിയായ സാന്നിധ്യം, സ്ഥിരോത്സാഹം. ഒരുപോലെ ഉത്സാഹം കാണിക്കുക അവസാനത്തോളം, അവസാന ശ്വാസത്തോളം. പൗലോസ് ഫിലിപ്പിയിൽ പറഞ്ഞല്ലോ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപുള്ളത് മറന്നും മുമ്പുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. ഞാൻ നിർത്തുന്നില്ല, ഞാൻ ഓടുകയാണ്. പ്രിയമുള്ളവരെ, ഈ നാളുകൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒന്ന് പരിശോധിക്കാം. പല കാര്യങ്ങളിൽ നിന്നും നാം വലിയ ഉത്സാഹികളാണ്.
ലോകത്തിൽ നേട്ടമോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നാം വളരെ ഉത്സാഹികളാണ്. എന്നാൽ ആത്മീയ ജീവിതത്തിൽ നന്നായി അവസാനിപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രായത്തോട് നിൽക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് സ്ഥിരോത്സാഹം വേണം. സകല ഉത്സാഹവും കഴിച്ച് ഇത് കൂട്ടുന്നതിനാകട്ടെ, വർദ്ധിപ്പിക്കുന്നതിനാകട്ടെ ഉത്സാഹം. മറ്റൊന്നിനെ ഉത്സാഹിക്കില്ലെങ്കിലും ആത്മീയ അനുഭവങ്ങൾ വർദ്ധിച്ചാൽ മറ്റ് കാര്യങ്ങൾ ദൈവീയ കരുതൽ തന്നെ വെളിപ്പെടും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. നിതാന്ത ജാഗ്രത. സ്ഥിരോത്സാഹം മാത്രമല്ല, നിതാന്ത ജാഗ്രത. ഗലാത്യലേഖനം 5:1 ഇങ്ങനെയാണ്: സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ നോത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അതിൽ ഉറച്ചു നിൽപ്പിൻ. വെളിപ്പാട് പുസ്തകം 3-ാം 2 ഉണർന്നു കൊള്ളുക എന്ന് കാണാം. ശരിയായിട്ട് പറഞ്ഞാൽ ബി വാച്ച്ഫുൾ, ജാഗ്രതയുള്ളവനായിരിക്കുക. ഒരു സാറിന് ഇങ്ങനെ പറയാറുണ്ട്, നിതാന്ത ജാഗ്രതയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്ന് പുറമേ ഉള്ളവർ പറയാറുണ്ട്. അല്ലെങ്കിൽ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തോടുള്ള ബന്ധത്തിൽ പറയുന്ന വാക്കാണ് നിതാന്ത ജാഗ്രതയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വില. എപ്പോഴും ജാഗ്രത. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ ദാസന്മാരെയൊക്കെ ഉപമ പറയുമ്പോൾ യജമാൻ വരുന്ന സമയം നോക്കി ഉണർന്നിരിക്കുന്നതിനായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. എപ്പോൾ വന്നാലും വാതിൽ തുറക്കാൻ നമ്മൾ നേരത്തെ ചിന്തിച്ചാണ്, ഏതോ ഒരു വീഡിയോയിൽ ചിന്തിച്ച ഉണർന്ന് 2-ാം യാമത്തിൽ വന്നാലും 3-ാമതിൽ വന്നാലും അങ്ങനെ ചെയ്യുന്ന ദാസൻ ഭാഗ്യവാൻ. കാരണം ജാഗ്രതയോടിരിക്കുക. ജീവിതത്തിൽ രക്ഷിക്ക 10 കൊല്ലം മുമ്പോ 20 കൊല്ലം മുമ്പോ 30 കൊല്ലം മുമ്പോ രക്ഷിക്കപ്പെട്ടു, ഒരു തീരുമാനമെടുത്തു, സ്നാനപ്പെട്ടു, എല്ലാമായി. ഇന്നങ്ങനെ ധരിക്കുന്നേ. പക്ഷേ ഒന്നുമായില്ല, പ്രാഥമിക പടിയായുള്ളൂ. എത്ര നാൾ ഈ ലോകത്തിൽ ജീവിക്കുന്നോ അത്ര നാളും തികഞ്ഞ ജാഗ്രതയോടെ നാം ജീവിക്കുവാൻ ബാധ്യത നമുക്കുണ്ട്. കാരണം ഏത് സമയത്തും നമ്മുടെ എതിരാളി ഏത് സമയത്തും നമുക്ക് കെണിയുണ്ടാക്കാം, അന്ന് കെണിയിൽപ്പെടുത്താം. അപ്പോൾ തികഞ്ഞ ജാഗ്രതയോടെ ജീവിച്ചെങ്കിൽ മാത്രമേ അവനെ കെണിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുള്ളൂ. ജാഗ്രത. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു, വെളിപ്പാട് പുസ്തകം 3-ാം സർദീസിലെ സഭയോട് പറഞ്ഞതാണ്, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അത് ഇംഗ്ലീഷ് നോക്കുമ്പോൾ ബി വാച്ച്ഫുൾ. നീ ജാഗ്രതയുള്ളവരായിരിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് നാളെ ആവശ്യം ഇതാണ്. ക്രിസ്ത്യൻ ജീവിതത്തെ അപകടപ്പെടുത്താൻ, നമുക്കുള്ള വിലപ്പെട്ടത് അപഹരിക്കാൻ ശത്രുവായവൻ രാപ്പുകൾ ശ്രമിക്കുമ്പോൾ ജാഗ്രതയോടെ, സകല ജാഗ്രതയോടും കൂടെ നമ്മെ കാത്ത് വളരെ സൂക്ഷ്മതയോടെ ഈ ലോകത്തിൽ ജീവിച്ച് വിശ്വാസത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താതെ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, ദൈവാശ്രയത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്താതെ തികഞ്ഞ ജാഗ്രതയോടെ ജീവിക്കാം. ഒന്നുകൂടെ ഞാൻ ഗലാത്യലേഖനം 5:1 പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനോത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നമ്മെ അടിമനോത്തിൽ കൊടുക്കാൻ അന്ധകാര ശക്തി സർവതന്ത്രം എടുക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇങ്ങനെ നാം ചെയ്താൽ, അല്ലെങ്കിൽ നന്നായി ആരംഭിച്ച് തുടർച്ചയായി ഒന്നുകൂടെ ഞാൻ പുറകോട്ട് പോകുന്നു. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവനെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് യെരമ്യാവ് പറഞ്ഞിട്ട്, അവൻ ആറ്റിരിക്കെ നട്ടിരിക്കുന്നതും ഇടവ അങ്ങൾ ആ വൃക്ഷം പോലെ ആകുമെന്ന് യെരമ്യാവ് 17-ാം അധ്യായത്തിലുണ്ടല്ലോ. അതുപോലെ വെള്ളത്തിലേക്ക് നട്ടിരിക്കുന്ന വറ്റാത്ത നീരൂറ്റായ കർത്താവിൻ്റെ അടുക്കൽ അവനോട് ചേർന്നിരിക്കുന്നവരെങ്കിൽ നാം വളരും. വളർച്ചയ്ക്കൊരു കുഴപ്പമുണ്ടാകത്തിന് ആവശ്യമായതെല്ലാം അവൻ്റെ പക്കലുണ്ട്. മാനസികവും ആത്മീയവും ആയ വളർച്ചയിൽ നാം ശ്രദ്ധിക്കും. മാത്രമല്ല, ആത്മാവിനെ നാം അനുസരിച്ച് നടക്കും. നമ്മെ നടത്തുവാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നാം നടന്നാൽ ജീവിതം ധന്യം. മാത്രമല്ല, നിതാന്ത ജാഗ്രതയുള്ളവരായി
സ്ഥിരോത്സാഹികളായി അവസാനം വരെ ഉത്സാഹത്തോട് നിലനിന്ന് ഉത്സാഹത്തോട് സകല ഉത്സാഹവും കഴിച്ച് കർത്താവിൻ്റെ കാര്യങ്ങൾ ജാഗ്രതയുള്ളവരായി നിതാന്ത ജാഗ്രതയോടെ നിലനിന്ന് വിശ്വാസത്തെ കാത്ത് നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെയെങ്കിൽ ദൈവം കർത്താവ് നമ്മെ വിളിച്ചാൽ ധൈര്യമായി നന്നായി നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. ഞാൻ നന്നായി പൗലോസ് പറഞ്ഞ പോലെ ഞാൻ നല്ല ഓർവരുതി ഓട്ടം തേച്ചു വിശ്വാസം കാത്തു എന്ന് ധൈര്യമായി പറയുവാൻ നമുക്കും സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ നിലയിൽ നമ്മെ സഹായിക്കട്ടെ. 2026 ആ നിലയിൽ ഒരു നല്ല നിലയിൽ പോകുന്ന അല്ലെങ്കിൽ നല്ല ആരംഭത്തോടെ നല്ല അനുസൃതമായി മുന്നേറുന്ന അനുഭവത്തിൽ ആത്മാവിന് കീഴ്പ്പെട്ട ആ സ്ഥിരോത്സാഹികളായി നിതാന്ത ജാഗ്രതയുള്ളവരായി ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകാം. ദൈവമായ കർത്താവ് അങ്ങനെയെങ്കിൽ നമുക്ക് വർഷം അവസാനിക്കുമ്പോൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരത്തില്ല. ദൈവസ്ഥലിൽ ധൈര്യമായി പ്രാഗൽഭ്യത്തോടെ നിൽക്കുവാൻ നമുക്കിടയാകുമല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ശേഖവനായ ഞങ്ങൾ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. നാഥാ, ഒരു പുതുവർഷം ഞങ്ങൾക്ക് തന്നല്ലോ. ഞങ്ങൾ ചിന്തിച്ച പോലെ ആരംഭത്തേക്കാൾ അവസാനം നല്ലതെന്ന് പറയത്തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ നന്നായി ആരംഭിച്ച് അങ്ങയുടെ ഇഷ്ടപ്രകാരം ആരംഭിച്ച് ശരിയായ വളർച്ചയിൽ ആത്മീയമായ പാതയിൽ മുന്നേറി പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ഞങ്ങളുടെ സാന്നിധ്യം അങ്ങയുടെ ആത്മാവിന് മാത്രം ഏൽപ്പിച്ച് കർത്താവെ അങ്ങേ അനുസരിച്ച് നാഥാ അതുപോലെ മുന്നേറുവാൻ മാത്രമല്ല കർത്താവ് സ്ഥിരോത്സാഹികളായി എല്ലാ കാര്യത്തിലും ആത്മീയ കാര്യങ്ങൾ ഉത്സാഹമുള്ളവരായി മുന്നേറുവാൻ അത് മാത്രമല്ല നിന്ദാന്ത ജാഗ്രതയോടെ വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ ജീവിച്ച് ഞങ്ങളെ കാത്ത് ഞങ്ങളുടെ ജീവിതം കാത്ത് കർത്താവെ നിൽപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഈ വർഷം നന്നായി അവസാനിപ്പിക്കുവാൻ ഞങ്ങൾ കൃപ തരണമേ. യാതിനെ കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാണ്.